ഹായ്. മറുനാടൻ മലയാളിയുടെ ഒരു കുൽസിതം ഇന്ന് കേൾക്കാനിടയായി. പുള്ളിക്കാരൻ ക്ലബ് ഹൗസിൽ വന്ന് ധീര ധീര എന്ന മ്യൂസിക് ഒക്കെ ഇട്ടുകൊണ്ട് ഭയങ്കരമായ ഒരു പ്രസംഗം നടത്തുന്നുണ്ടായിരുന്നു. ഞാൻ ആരെയും ഭയക്കില്ല, എനിക്കാരെയും ഭയമില്ല, ഞാൻ ആരോടും മാപ്പ് പറയില്ല, പ്രചരിക്കുന്ന വീഡിയോകളൊക്കെ വാസ്തവവിരുദ്ധമാണ് എന്നൊക്കെ ശ്വാസം വിടാതെ തള്ളുന്നുണ്ടായിരുന്നു. അപ്പൊ ആ പ്രചരിച്ച വീഡിയോ ഏതെന്നറിയാൻ വേണ്ടി ഒരു കൗതുകത്തിന് ഞാനതൊന്ന് റിസർച്ച് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ആ വീഡിയോ ആദ്യം ഒന്ന് കേൾക്കാം, അതിനുശേഷം തുടരാം. യൂസഫ് അലിയുടെ പുതിയൊരു വക്കീൽ നോട്ടീസ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ വക്കീൽ നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് 10 കോടി രൂപയും ക്ഷമാപണവുമാണ്. ഈ വക്കീൽ നോട്ടീസിന് ആധാരമായിരിക്കുന്നത് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഷുക്കൂർ വക്കീലിനെ കുറിച്ച് ഞാൻ ചെയ്ത ഒരു വീഡിയോയാണ്. ഇന്ന് രാവിലെ എനിക്കൊരു കോൾ വന്നു. ആ കോൾ വന്ന ആള് പറയുന്നത് ഷുക്കീർ വക്കീൽ ചെയ്തതുപോലെ യൂസഫ് അലിയും 2ാം വിവാഹം നടത്തിയത്. യൂസഫ് അലിയും ഇതേപോലെ തന്നെ സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് രണ്ടാമത് വീണ്ടും തന്റെ ഭാര്യയെ കല്യാണം കഴിച്ചത് ആവാനാണ് സാധ്യത. യൂസഫ് അലിയും അത് ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. യൂസഫ് അലി രണ്ടാമതൊരു വിവാഹം കഴിച്ചിട്ടില്ല, എന്റെ ഭാഗത്തെ പിശകാണ്. തന്റെ ഭാര്യയെയും വിവാഹം കഴിച്ചിട്ടില്ല, എന്റെ ഭാഗത്തെ പിശകാണ്. സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് വിവാഹം കഴിച്ചിട്ടില്ല, എന്റെ ഭാഗത്തെ പിശകാണ്. സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് തന്റെ സ്വത്ത് സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്റെ ഭാര്യയെ മറ്റൊരിക്കൽ കൂടി വിവാഹം കഴിച്ചിട്ടില്ല, എന്റെ ഭാഗത്തെ പിശകാണ്. യൂസഫ് അലി അത് പറയുന്നതോടുകൂടി അതേക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ തിരുത്താൻ ഞാൻ തയ്യാറാണ്, എന്റെ ഭാഗത്തെ പിശകാണ്. അത് ഞാൻ ബോധപൂർവം പറഞ്ഞതല്ല. എന്നോടൊരാൾ പറഞ്ഞപ്പോൾ അത് വെരിഫൈ ചെയ്യാൻ എനിക്ക് വഴിയില്ലാത്തത് കൊണ്ട് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്ക് ഉറപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശരിയാവാം എന്ന നിഗമനത്തിൽ ഞാൻ എത്തി. എന്റെ നിഗമനം തെറ്റായിരുന്നു. അദ്ദേഹം മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല. അതുകൊണ്ട് അത് ഞാൻ തിരുത്തുന്നു. ഈ വീഡിയോ ആണ് പ്രചരിക്കുന്നത്, അത് തെറ്റായ ഒന്നാണ് എന്നാണ് പുള്ളി പറയുന്നത്. പക്ഷേ മാപ്പ് പറഞ്ഞിട്ടുണ്ടെന്നാണ് മറ്റൊരു വാർത്താ മാധ്യമം പറയുന്നത്. അപ്പോൾ അത് കളവാണെന്നാണ് പുള്ളിയുടെ പറ. എനിക്കത് മനസ്സിലാകുന്നില്ല. വാസ്തവം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ വീരവാദ പ്രസംഗം നടത്തുന്ന ആളിന് മുഖമില്ല എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല, മുഖമൊക്കെ ഉണ്ട്. പുള്ളി കാര പ്രസംഗിക്കുന്നുണ്ട്. ഞാനത് ക്യാപ്ചർ ചെയ്ത് എടുത്തിരുന്നു. അതിന്റെ കൂടെ ചില കാര്യങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഈ ഇടയ്ക്ക് പുള്ളി ചെയ്ത ഒരു വീഡിയോയുടെ ഒരു പ്രോബ്ലം ഞാൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതായത് ഒരു പെൺകുട്ടി എലിവിഷം കഴിച്ച് ആത്മഹത്യ ചെയ്ത ഒരു സംഭവത്തിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിലുള്ള ഹോട്ടൽ ഉടമസ്ഥനെ അഡ്രസ്സ് ചെയ്യുകയും ആ ഹോട്ടൽ അടിച്ചു തകർക്കണമെന്ന് പൂട്ടണമെന്ന് ആഹ്വാനം ചെയ്യുകയും അതിന്റെ ആഫ്റ്റർ എഫക്റ്റായി ആ ഹോട്ടൽ അടിച്ച് തകർത്ത് പൂട്ടപ്പെടുകയും 3rd ഡേ, അതായത് 2nd ഡേ പെൺകുട്ടി മരിച്ചത് ഒരാളോടുള്ള പ്രണയം കൊണ്ടാണെന്നും പ്രണയിച്ച ആൾ ക്യാൻസർ വന്ന് മരണപ്പെട്ടതിന്റെ ഒരു നിരാശാബോധത്തിലാണ് ആ പെൺകുട്ടി മരിച്ചതെന്നും പറഞ്ഞ അടുത്ത ദിവസം തന്നെ വീണ്ടും ഒരു വീഡിയോ ചെയ്തു. ഈ മറുനാടൻ ചെയ്തത് ഇങ്ങനെയായിരുന്നു, ദിവ്യപ്രണയം എന്ന്. അതായത് താൻ ചെയ്ത തെറ്റുകൊണ്ട് ഒരു കട അടിച്ചു തകർക്കപ്പെടുകയും മോശമായി ആ കടയെ അഡ്രസ് ചെയ്യപ്പെടുകയും അത്രയും ക്രൂവലായി അതിനെപ്പറ്റി പറയുകയും ചെയ്ത ഷാജൻ ഒരു ഖേദപ്രകടനം പോലും നടത്താതെ വളരെ സൈലന്റായി അടുത്ത ദിവസം അതിന് പ്രണയം എന്ന രീതിയിൽ അഡ്രസ് ചെയ്ത് വാർത്ത കൊടുക്കുന്നുണ്ടായിരുന്നു. എത്തിക്സ് ഇല്ലാത്ത ഒരു വൃത്തികെട്ട മാധ്യമധർമ്മമായിട്ടാണ് എനിക്കതിനെ ഫീൽ ചെയ്തത്. ഞാൻ അതിനെ അഡ്രസ് ചെയ്ത് പറഞ്ഞിരുന്നു. അപ്പോഴും പുള്ളി പറയുന്നത് ഞാൻ കൃത്യമായി മനസ്സിലാക്കിയ ശേഷം മാത്രമേ പല വാർത്തകളും കൊടുക്കാറുള്ളൂ. ഒരുപാടെണ്ണം അങ്ങനെ എക്സാമ്പിൾസ് ഉണ്ട്. പണ്ട് കാലഘട്ടത്തിലെ കാര്യമാണ് പുള്ളി പറയുന്നത്. ഇപ്പോഴങ്ങനെയല്ല അത്രേ. റീചെക്ക് ചെയ്ത് വീണ്ടും നോക്കി വീണ്ടും മനസ്സിലാക്കിയൊക്കെ ചെയ്യുന്നതെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഇനി പുള്ളി ചെയ്ത മറ്റൊരു വീഡിയോ ഉണ്ട്. നമ്മുടെ മീശക്കാരൻ വിനീത് ഏറ്റവും പ്രോബ്ലമാറ്റിക് ആയി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഒരു പെണ്ണിനെ റേപ്പ് ചെയ്തതിന് അവൻ അകത്തു പോയിരുന്നു. പുറത്തേക്ക് വന്ന അവൻ ഒരുപാട് യൂട്യൂബേഴ്സിനെയും വാർത്താ മാധ്യമങ്ങളെയും ഒക്കെ അപ്രോച്ച് ചെയ്തപ്പോഴും അവരെല്ലാം നിഷേധിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഷാജൻ വളരെ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി എത്തിക്സോടുകൂടി നിറഞ്ഞാടിക്കൊണ്ട് വിനീതിനെ പിടിച്ചു വെച്ച് 1 മണിക്കൂറോളം പോരുന്നു. അതായത് 38 മിനിറ്റ് ആണെന്ന് തോന്നുന്നു. അത്രത്തോളമുള്ള ഒരു മണിക്കൂറല്ല, 38 മിനിറ്റ് അത്രത്തോളമുള്ള ഒരു വീഡിയോ ചെയ്ത് അയാൾ ഒരു ബ്രാഹ്മണനാണെന്നും അയാളെ അങ്ങനെ ആക്രമിക്കുകയാണെന്നും ഉള്ള രീതിയിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. ആൻഡ് ഒരു 3 മാസങ്ങൾക്ക് ഇപ്പുറം തന്നെ, വെറും 3 മാസങ്ങൾക്കിപ്പുറം വിനീത് വീണ്ടും പിടിയിലായി. 2.5 ലക്ഷം രൂപ പെട്രോൾ പമ്പ് മാനേജറിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നതും 42ഓളം കേസിലെ പ്രതിയാണ് എന്ന തെളിവോടുകൂടി വീണ്ടും വാർത്താ മാധ്യമങ്ങളിൽ അയാൾ ഇടം നേടുന്നു. അപ്പോഴും ഷാജൻ സൈലന്റ് ആയിരുന്നു. തെറ്റ് തിരുത്തുകയോ ആ ക്രിമിനലിന്റെ ആ യഥാർത്ഥ മുഖം പുറത്തേക്ക് വന്നപ്പോൾ എനിക്ക് മുൻപ് പറ്റിയ ഒരു തെറ്റാണെന്ന് എടുത്തു പറയാനോ ഒന്നിനും ശ്രമിക്കാതെ ഈ ഒരു തെറ്റിനെ അംഗീകരിച്ചു കൊണ്ടുവന്ന ഇയാളാണ് ഈ കോര പ്രസംഗിക്കുന്നുള്ളതാണ് എന്നെ ചിരിപ്പിച്ച ഒരു വസ്തുത. ഏതായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ക്ലബ് ഹൗസ് ചർച്ച ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നു. അക്കൂടെ ഈ ന്യൂസ് കൂടെ കേട്ടിട്ട് പോവുക. തീർച്ചയായിട്ടും അയാൾ മാപ്പ് പറഞ്ഞിട്ടുണ്ട്.
കള്ളനാണ് അയാൾ. നല്ല ഫസ്റ്റ് ക്ലാസ് കള്ളൻ, SP, അതായത് സ്വയം പൊങ്ങി. അല്ലാതെ എനിക്ക് ഇതിനകത്തൊന്നും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഇഷ്ടമുള്ള രാഷ്ട്രീയം ഏതെന്ന് ചോദിക്കുമ്പോൾ പുള്ളി പറയുന്നത് RSS ആണ്. നല്ല കാര്യമാണ്. BJP RSS രാഷ്ട്രീയം ഇപ്പോ നല്ല വരുമാന മാർഗമുള്ള രാഷ്ട്രീയമാണ്. ചാണകത്തിൽ വീണവർക്കൊക്കെ നല്ല പേയ്മെന്റ് കിട്ടുന്നുണ്ട്. അപ്പോ ഇച്ചിരി നാറിയാലും കുഴപ്പമൊന്നുമില്ല. ചാണകത്തിൽ കുളിക്കുന്നതിൽ ഒരു പ്രത്യേക സുഖമുണ്ടെന്ന് ഒരുപാട് പേര് ഇവിടെ തെളിയിക്കുന്ന സ്ഥിതിക്ക് അയാൾ അത് ചെയ്യുന്നതിൽ തെറ്റുകുറ്റമൊന്നും എനിക്ക് കാണാനാകുന്നില്ല. പക്ഷെ അവരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് മാധ്യമധർമ്മം പോലും മറന്നുകൊണ്ട് ഒരുതരം തേർഡ് റേറ്റ് ക്രിമിനലിന്റെ സ്വഭാവം കാണിക്കുന്നത് ഭയങ്കര ബോറാണെന്ന് മാത്രമേ പറയാനുള്ളൂ. താൻ ചെയ്ത തെറ്റ് ഏറ്റുപറയുകയും ആ തെറ്റിനെ ഖേദപൂർവം മാപ്പപേക്ഷിക്കുകയും ചെയ്യുന്നത് നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയ്ക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. അത്തരം നല്ല വ്യക്തിത്വങ്ങളെ വളരെ റെയറായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. തെറ്റ് തിരുത്താനുള്ള ഒരവസരവും തന്നെ ഉപയോഗിക്കാതെ തെറ്റിന്റെ മേൽ തെറ്റ് മാത്രം ചെയ്തുകൊണ്ട് കള്ളനും ക്രിമിനലുകൾക്കും ഇതുപോലുള്ള ഗജപോക്കറികൾക്കും ചൂട്ടുപിടിക്കുന്ന ഒരു പ്രത്യേക വിഭാഗമായി നമ്മുടെ ഷാജൻ അവിടെ നിലനിൽക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. സമയനിഷ്ഠയോടെ എന്നാൽ തന്റേതായ ശൈലിയിൽ വിഷയങ്ങളെ വെട്ടിമുറിച്ച് തന്റെ ഉടമസ്ഥതയിലുള്ള മറുനാടൻ മലയാളി എന്ന യൂട്യൂബ് ചാനലിൽ വാർത്തകൾ നൽകിക്കൊണ്ടുപോരുന്ന ഷാജൻ സ്കറിയ എന്ന മാധ്യമപ്രവർത്തകൻ. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ മറുനാടൻ ഷാജൻ ഇന്നിതാ ലുലു യൂസഫലിയോട് ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നു. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫലിക്കെതിരായ അപകീർത്തികരമായ പരാമർശങ്ങളിലാണ് ഷാജൻ സ്കറിയ മാപ്പ് പറഞ്ഞ് മുന്നോട്ട് വന്നിരിക്കുന്നത്. മാനനഷ്ടത്തിനും അപകീർത്തി പരാമർശങ്ങൾക്കും 10 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് യൂസഫലി വക്കീൽ നോട്ടീസ് അയച്ചതിനു പിന്നാലെയാണ് ഖേദപ്രകടനം. ഖേദം പ്രകടിപ്പിക്കുകയും മാപ്പു ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് ഷാജൻ സ്കറിയ എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. കഴിഞ്ഞ ദിവസമാണ് വ്യാജവാർത്ത പ്രചരിപ്പിക്കുകയും തന്നെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്ത കേസിൽ മറുനാടൻ മലയാളിയുടെ ഉടമ ഷാജൻ സ്കറിയയിൽ നിന്ന് 10 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് MA യൂസഫലി വക്കീൽ നോട്ടീസ് അയച്ചത്. മാർച്ച് 6-ന് മറുനാടൻ മലയാളി യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോക്കെതിരെയാണ് യൂസഫലി വക്കീൽ നോട്ടീസ് നൽകിയത്. 3 പെൺകുട്ടികളായതിനാൽ യൂസഫലി ഭാര്യയെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വീണ്ടും വിവാഹം കഴിച്ചെന്ന് വീഡിയോയിൽ ആരോപിക്കുന്നുണ്ട്. ഇതോടൊപ്പം ഏക സിവിൽ കോഡിനെ യൂസഫലി അംഗീകരിക്കുന്നതായും ഷാജൻ സ്കറിയ ആരോപിച്ചിരുന്നു. എന്നാൽ ഭാര്യയെ രണ്ടാമതും വിവാഹം കഴിച്ചിട്ടില്ലെന്നും ഇത് തന്നെ അപകീർത്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ നൽകിയ വാർത്തയാണെന്നും വക്കീൽ നോട്ടീസിൽ യൂസഫലി ചൂണ്ടിക്കാട്ടി. ഇതോടൊപ്പം താൻ ഏക സിവിൽ കോഡിനെ പിന്തുണയ്ക്കുന്നുവെന്ന് പറഞ്ഞ മതനിന്ദാപരമായ പരാമർശമാണെന്നും സമൂഹത്തിൽ ഇസ്ലാം വിരുദ്ധ മനോഭാവം സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്നും നോട്ടീസിൽ വ്യക്തമാക്കുന്നു. യൂസഫലി സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഭാര്യയെ വീണ്ടും വിവാഹം കഴിച്ചെന്ന് താൻ പറഞ്ഞത് ഒരു വ്യക്തി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് ഷാജൻ സ്കറിയ പ്രതികരിച്ചത്. അയാൾ നൽകിയ വിവരം തെറ്റായിരുന്നു. ഇക്കാര്യം താൻ തിരുത്തുകയാണെന്നും ഷാജൻ പറഞ്ഞു. ആ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിക്കുകയാണെന്നും യൂസഫലി ഏക സിവിൽ കോഡിന് അനുകൂലമാണെന്ന പരാമർശവും പിൻവലിക്കുകയാണെന്ന് വീഡിയോയിൽ ഷാജൻ സ്കറിയ പറഞ്ഞു. CPM-കാർ പോലും പരസ്യം ഓഫർ ചെയ്തിട്ടുണ്ട്. എല്ലാ പത്രങ്ങളും എടുക്കാറ് ഞാൻ എടുക്കത്തില്ല. കാരണം നാളെ നമ്മൾ പരസ്യം മേടിച്ചതിന്റെ പൈസ വന്നാൽ ഇവർ പറയും ഞങ്ങൾ ഇവർക്ക് കാശ് കൊടുത്തവർ. അത്ര സൂക്ഷ്മതയോടെ കഴിയുന്ന ഒരാളാണ്. മറുനാടൻ മുഖ്യ ഒരു വാർത്ത പറ, മറുനാടൻ കൊടുത്തൊരു വ്യാജ വാർത്ത പറ. നിങ്ങൾ ഈ പറയുന്ന ട്രോള് അങ്ങനെ നിങ്ങൾക്ക് തന്നെ അറിയാം. ഒരു ട്രോൾ അത് കേട്ടാൽ ട്രോളാന്ന് തോന്നുന്നില്ല. അപ്പൊ അത് സത്യമാണെന്ന് കരുതി അതൊരു മിസ്റ്റേക്കാണ്. അല്ലാതെ വ്യാജ വാർത്ത എന്ന് പറയുന്നത് ഒരാളെ നശിപ്പിക്കാൻ, ഒരാളെ തകർക്കാൻ സത്യമാണെന്ന് അറിഞ്ഞിട്ടും കൊടുക്കുന്നതാണ്. BJPയും സംഘപരിവാർ ഈ ലോകത്തെ ഏറ്റവും ഭീകര പ്രസ്ഥാനമാണ്. കുറെ ആളുകളുണ്ടോ നിരന്തരമായി അങ്ങനെ അതാണ് വ്യാജ വാർത്ത. നല്ലതൊന്നും കാണാത്താണ് വ്യാജ. എനിക്ക് ഒരു കാര്യം സത്യമാണ്, എനിക്ക് BJPയോട് സംഘപരിവാറിനും വിരോധമില്ല. ഞാൻ BJPക്കാരനോ സംഘപരിവാരനോ അല്ല, പക്ഷെ എനിക്ക് അവിടെ വിരോധമില്ല. കേരളത്തിലെ രാജ്യത്തെയും മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടിയും പോലെ തന്നെയാണ് BJP. മറ്റെല്ലാ സംഘടനയെ പോലെയാണ് RSS. അവർക്ക് പ്രവർത്തിക്കാൻ അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അവർ മറ്റു ചില സംഘടനകൾ RSS എടുത്തു പറയാം, മറ്റു പല പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടന വെച്ച് നോക്കുമ്പോൾ എത്രയോ ഭേദമാണ്. ഇതിൽ എനിക്കൊരു മടി. അതിനർത്ഥം ഞാൻ എനിക്ക് RSS വിരോധമില്ല, എനിക്ക് മോദി വിരോധമില്ല. അതിനർത്ഥം മോദി വിരോധമില്ലെങ്കിൽ RSS വിരോധമില്ലെങ്കിൽ സംഘിയാണ്. അതുകൊണ്ട് തെറി വിളിക്കണം. നിങ്ങളുടെ പൊളിറ്റിക്കൽ ഇസ്ലാമിക ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിക് പൊളിറ്റിക്സിന് അതിൽ ഞാൻ നിന്ന് തരത്തില്ല. ഏറ്റവും വലിയ ഫ്രോഡുകൾ ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിക് പൊളിറ്റിക്സ് ഉയർത്തിപ്പിടിക്കുന്നവരാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ക ഫ്രോഡുകൾ, യാതൊരു സത്യസന്ധത ഇല്ലാത്തവർ. ഇത്ര എനിക്ക് പറയാനുള്ള. പറഞ്ഞ കൂടി പോകുന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഒരു ഒറ്റ ചോദ്യം കൂടി ചോദിക്കട്ടെ സാറേ, ചോദിച്ചു സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ.
ഈ മീഡിയ വണ്ണിൽ അവർ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഓൺലൈൻ മാധ്യമങ്ങളുടെ കടന്നുവരവും ഈ മലയാള മാധ്യമങ്ങൾക്കുള്ള വിശ്വാസ്യത നഷ്ടപ്പെടലും ഒക്കെ ആയി ബന്ധപ്പെട്ടിട്ട് ഈ ഈ മറുനാടൻ പോലത്തെ ഈ വിഷം തുപ്പുന്ന ചാനലുകൾ പൂട്ടിക്കെട്ടില്ലെങ്കിൽ അവരുടെ അജണ്ടകൾക്ക് കോട്ടം സംഭവിക്കുമെന്നുള്ളതാണ് ഇവർ പറഞ്ഞു നിൽക്കുന്നതിന്റെ ആകെ തുക എന്ന് പറയുന്നത്. മലയാള മാധ്യമങ്ങൾക്ക് ഇപ്പൊ മറുനാടനെ പോലത്തെ ചാനലുകൾ ഈ വളർന്നു വന്നതുകൊണ്ട് തന്നെ വിശ്വാസ്യത നഷ്ടപ്പെട്ട്, അത് മാത്രമല്ല മാധ്യമങ്ങളുടെ കാപട്യം തുറന്നു കാണിക്കുന്നതിൽ അതുപോലെ മറുനാടൻ സാജനും അതുപോലെ ഈ ടി ജി മോഹൻദാസ് സാറും ഇങ്ങനത്തെ ആളുകളൊക്കെ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇവരുടെ ഉഡായിപ്പുകൾ, പ്രമോദ് രാമൻ, മൊട്ടരുട്, അതുപോലെ ഈ ശ്രീകണ്ഠൻ നായർ പോലത്തെ ഉഡായിപ്പുകളെ മലയാളികൾക്ക് തുറന്നു കാണിച്ചു കൊടുക്കുന്നതിൽ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ വേട്ടയാടപ്പെടുന്നതിന്റെ പിന്നിൽ എന്ത് അജണ്ടകളാണെന്നാണ് സാറ് വിലയിരുത്തപ്പെടുന്നത്? അതെ, ഈ വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ലോകം മുഴുവനുള്ള ഒരു അജണ്ടയാണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന അജണ്ട. അത് പലതരത്തിലും പല സ്വഭാവത്തിലും പലയിടങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നുള്ളൂ. ഇപ്പം സ്കോട്ട്ലൻഡിൽ ഇപ്പോൾ ഒരു ഹംസ എന്ന് പറയുന്ന ആളാണ് ഇപ്പോൾ സ്കോട്ടിഷ് ഫസ്റ്റ് മിനിസ്റ്റർ ആയിട്ടിരിക്കുന്നത്. അപ്പൊ സ്കോട്ടിഷ് ഫസ്റ്റ് മിനിസ്റ്റർ ആയിരിക്കുന്ന ഹംസ സ്കോട്ടിഷ് പാർലമെന്റിന്റെ പരമാധികാരത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ ആത്യന്തികമായി അയാൾ ലക്ഷ്യം വയ്ക്കുന്നത് ഒരു വിഭജനമാണ്. അപ്പൊ അവിടെ ഒരു സ്കോട്ടിഷ് നാഷണലിസ്റ്റ് വാദമുണ്ട്. ആ നാഷണലിസ്റ്റ് വാദത്തിനാണ് അയാൾ ശക്തി കൊടുക്കുന്നത്. ആത്യന്തികമായി ഇവരുടെ എല്ലാം പിന്നിൽ ഒരു അജണ്ടയുണ്ട്. ഇവരെല്ലാം അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം ഈ ഇസ്ലാമിക നിയമം അനുസരിച്ച്, ശരീഅത്ത് നിയമം അനുസരിച്ച് ലോകം ഇസ്ലാമിലേക്ക് എല്ലാ നിയമം കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെയുള്ള സങ്കല്പിക്കുന്നത്. സോവിയറ്റ് യൂണിയന്റെ കാലത്ത് കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ ആശയം ഉണ്ടായിരുന്നു. എല്ലാവരും കമ്മ്യൂണിസ്റ്റ് ആവണം. അതുപോലെ തന്നെയാണ് ഇസ്ലാം. എല്ലാവരും ഇസ്ലാമിക ശരീഅത്ത് നിയമം, ലോകത്തൊരു നിയമമേ പാടുള്ളൂ, ശരീഅത്ത് നിയമം. ആ ഒരു അജണ്ടയ്ക്ക് വേണ്ടി EMS ഭാഷയിൽ പറഞ്ഞാൽ എന്താണ്, അടവ് തന്ത്രം ഉപയോഗിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ജനാധിപത്യമൊക്കെ. അപ്പൊ ഈ അജണ്ടയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇസ്ലാമോഫോബിയോ അല്ലെങ്കിൽ ഇരവാദം. ഇങ്ങനെ ഉയർത്തി സാൽപ്പം ബ്രിട്ടനിലൊക്കെ കൃത്യമായിട്ട് ഞാൻ വീക്ഷിക്കുന്നത്, ബ്രിട്ടനിലൊക്കെ ഇവിടെ അഭയാർത്ഥികളായി എത്തിയ ആളുകളാണ് അവിടെ ബോംബ് പൊട്ടിക്കുന്നത്. ഇവരുടെ ഈ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും ഇവരുടെ ഈ ഓവർ ഹ്യൂമൻ റൈറ്റ് വിശ്വാസം കാരണമാണ് അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇതാണ് ഇന്ത്യക്കാർ ചെല്ലാൻ തുടങ്ങി ഈ അഭയാർത്ഥികൾ എന്നില്ല. ഒരു കഴിഞ്ഞ ഈ ജനുവരിക്കും മാർച്ചിനും ഇടയിൽ 675 ഇന്ത്യക്കാരാണ് ഇവിടെ ജീവിക്കാൻ പറ്റുമ്പോൾ അവിടെ ചെന്ന്. എന്താ കാര്യം? ഇതൊക്കെ വളഞ്ഞ വഴിയിലൂടെ ചെല്ലുവാണ്. അവിടെ ചെന്ന് ഇവരിവിടെ കൈ കൊടുത്ത് സ്വീകരിക്കും, എന്നിട്ട് ഇവർ ബോംബ് പൊട്ടിരും, ബഹളമായിട്ട് ഇങ്ങനെ ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭയങ്കരമായ ലെഫ്റ്റ് ഇസ്ലാമിക് പൊളിറ്റിക്സ് ഉണ്ട്. വോക്ക് എന്നാണ് ഇപ്പം പലയിടത്തും അറിയപ്പെടുന്നത്. ഈ ലെഫ്റ്റ് ഇസ്ലാമിക് പൊളിറ്റിക്സിനെ ഭീഷണിയാണ് ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ. ഇരവാദത്തെ തകർക്കുന്നു. ഇരവാദത്തിന്റെ പേരിൽ ഇവർ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പക്ക വർഗീയതയാണെന്ന് പറയുന്നു. അതുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്നത്, ഞാൻ ഇസ്ലാമിനെതിരാണ്, ഞാൻ മുസ്ലിമിനെതിരാന്ന്. ഞാൻ ഒരിക്കലും ഇസ്ലാമിനെതിരെ പറഞ്ഞിട്ടില്ല, ഇസ്ലാം മതത്തിനെതിരെ പറഞ്ഞിട്ടില്ല, ഖുറാനെതിരെ പറഞ്ഞിട്ടില്ല, പ്രവാചകനെതിരെ പറഞ്ഞിട്ടില്ല. ഞാൻ എന്തിനാ പറയുന്നത്? കാരണം ഞാൻ എന്റെ വിഷയമല്ല ഇസ്ലാം എന്ന് പറയുന്ന മതം. അത് വിശ്വസിക്കുന്നവർക്ക് എങ്ങനെയും വിശ്വസിക്കാം. എന്റെ വിഷയമല്ല ഒരു മതം. എന്റെ വിഷയം ഇസ്ലാമിക പൊളിറ്റിക്സ് ആണ്, പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. പൊളിറ്റിക്കൽ ഇസ്ലാം ഡേഞ്ചറസ് ആണ്. ഞാൻ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഇവർ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് റിലീജിയസ് ഇസ്ലാമിലാണ്. അപ്പൊ ആരെങ്കിലും പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പറഞ്ഞ ഉടനെ ഞാൻ ഇസ്ലാം വിരുദ്ധൻ. ഇപ്പൊ എനിക്കെതിരെ ചീത്ത വിളിക്കുന്ന സുഡാപ്പികളൊക്കെ പറയുന്നത് ഞാൻ മുസ്ലിം വിരുദ്ധനാണ്. പക്ഷെ ഇവർക്ക് ആർക്കും ഞാൻ ഇസ്ലാമിനെതിരെ പറഞ്ഞൊരു വരി കാണിക്കാനില്ല. ഇസ്ലാമിനെതിരെ പറയുന്നവരുണ്ട്. ഈ കൂട്ടത്തിൽ തന്നെ പലരും ഇസ്ലാം ശരിയല്ലെന്ന് വിശ്വസിക്കുന്നത്. പക്ഷെ ഞാൻ അങ്ങനെയല്ല. അത് മതമാണ്. ആ മതത്തിൽ വിശ്വസിക്കുന്നതാണ് തീരുമാനിക്കേണ്ടത് ഇസ്ലാം എങ്ങനെ വേണമെന്ന്, ഞാനല്ല. പക്ഷെ ഞാൻ പൊളിറ്റിക്കൽ ഇസ്ലാം ഡേഞ്ചറസ് ആണ്, അതിനെ എതിർക്കും. ഈ പൊളിറ്റിക്കൽ ഇസ്ലാം അജണ്ട ലോകം മുഴുവൻ പതിയെ പതിയെ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ എതിർക്കുന്നു, തുറന്നു കാട്ടുന്നു, അവരുടെ ഇരവാദം തകർക്കുന്നു എന്നതുകൊണ്ട് ഇവർ വ്യാജ വാർത്ത പറഞ്ഞുകൊണ്ടിരിക്കും. ഇവർ കഴിഞ്ഞ 6-7 കൊല്ലമായി പിണറായി വിജയനെ ജയിലിൽ അടയ്ക്കുമെന്ന് പറഞ്ഞ് നടന്നു. കഴിഞ്ഞ 1 കൊല്ലമായിട്ട് അവർക്ക് മനസ്സിലായി നടക്കത്തില്ല, ഞാൻ നിയമപരമായി ചെയ്യുന്നത് പിണറായി തൊട്ടിട്ടും കാര്യമെന്ന് മനസ്സിലായപ്പം അവരെങ്ങനെ നിരാശരായിരുന്നപ്പോഴാണ് യൂസഫ് അലിയുടെ ഒരു വക്കീൽ നോട്ടീസ് ഞാൻ തന്നെ ഇട്ട് കൊടുക്കുന്നത്. ഈ വക്കീൽ നോട്ടീസ് എടുപ്പോൾ അവർക്ക് വീണ്ടും പ്രതീക്ഷ വന്നു, ഞാനിപ്പോൾ അകത്താവും, യൂസഫ് അലി ഭയങ്കര പവർഫുൾ ആണല്ലോ എന്ന്. എനിക്ക് നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്ത് അകത്താകാൻ ഒരു പടിയുമില്ല. ഞാൻ നിയമപരമായിട്ടേ ചെയ്യൂ. ഞാൻ അഴിമതി നടത്തത്തില്ല, ഞാൻ കൈക്കൂലി വാങ്ങത്തില്ല, ഞാൻ വാർത്ത മുക്കത്തില്ല, ഞാൻ ക്രൈം ചെയ്യത്തില്ല. എനിക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യം പറയും. ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഉത്തമ ബോധ്യമുള്ള കാര്യം ശരിയല്ലെങ്കിൽ പോലും പറയാൻ ഇന്ത്യൻ ഭരണഘടന 19(1) അനുവദിക്കുന്നുണ്ട്. ശരിയാവണം നിർബന്ധമില്ല, ഉത്തമ ബോധ്യം ഉണ്ടായാൽ മതി. ഡിഫമേഷൻ കേസുമായിട്ട് ചെല്ലുമ്പോൾ എനിക്കൊരു ബാഡ് ഇന്റൻഷൻ ഇല്ല. എന്നെ സംബന്ധിച്ച് എന്റെ ഇന്റൻഷൻ, ഇവിടെ എന്റെ ഇന്റൻഷൻ ക്ലിയർ ആണ്. യൂസഫ് അലിയുടെ കാര്യത്തിൽ ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ചുള്ള ചർച്ച എന്റെ ഇന്റൻഷനാണ്. രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഭരണഘടന ആർട്ടിക്കിൾ 44 പറയുന്നതാണ്. അതിന് കിട്ടിയ ഒരു വിഷയം എന്ന നിലയിലാണ്. അല്ലാതെ യൂസഫ് അലി ഭാര്യയെ കല്യാണം കഴിച്ചു അപമാനിക്കാനല്ല. ഡിഫമേഷൻ കേസിൽ അതാണ് പ്രധാനപ്പെട്ടത്. യൂസഫ് അലി പറയുന്നു എങ്ങനെയാണ് അപമാനമാകുന്നത്, ഇസ്ലാമിക നിയമത്തിനെതിരാണ് യൂസഫ് അലി എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അയാൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. കാരണം അയാൾ ഭയങ്കര ഇസ്ലാമിക വിശ്വാസിയാണ്.
അയാള് ഇസ്ലാമിക വിശ്വാസി, അതിൽ നല്ലത് എനിക്ക് സന്തോഷമുണ്ടായി. ഇയാൾ ഭയങ്കര മതേതരവാദിയാന്നാ പറഞ്ഞിരുന്നത്. ആ സമയം ഇന്ത്യൻ ഭരണഘടന ആവശ്യപ്പെടുന്ന ഏകീകൃത സിവിൽ കോഡിനെ പോലും എതിർക്കുന്ന ഇസ്ലാമിക ഫണ്ടമെന്റലിസ്റ്റ് ആണെന്ന് അയാൾ സമ്മതിച്ചു നോട്ടീസിലൂടെ. അതാണ് ചർച്ച ചെയ്യേണ്ടത്. അതേസമയം ഇസ്ലാമിക വിശ്വാസിയായ ഇയാൾ എങ്ങനെയാണ് ഹയത്ത് ഇന്റർനാഷണലിൽ കൊണ്ടുപോയി മദ്യം വിൽക്കുന്നത്? ഫെഡറൽ ബാങ്കിലും കാത്തലിക് ബാങ്കിലും ഇയാൾ പലിശ കൊടുക്കുന്ന ബാങ്കിങ് ഇടപാടിൽ ഷെയർ എടുക്കുന്നത് അത് ഇസ്ലാമിക വിശ്വാസത്തിനെതിരല്ലേ? ഇതൊക്കെ ഇരട്ടത്താപ്പാണ്. ഈ ഇരട്ടത്താപ്പുകളൊക്കെ തുറന്നു കാട്ടുന്ന പണി എനിക്കുണ്ട്. അതിന്റെ പേരിൽ ജയിലിലായാലും കുഴപ്പമില്ല. കാരണം എനിക്ക് ഉത്തമ ബോധ്യമുള്ള, എന്റെ ഭരണഘടന എനിക്ക് അനുവാദം തന്നിരിക്കുന്ന സത്യം വിളിച്ചു പറഞ്ഞിട്ട് 10 ദിവസം ജയിലിൽ കിടന്ന് എന്നെ തൂക്കിക്കൊല്ലത്തൊന്നുമില്ലല്ലോ. ഞാൻ കിടക്കും, എനിക്കൊരു പുല്ലുമില്ല, ഒരു പേടിയില്ല ആരെയും. ഓക്കെ ഓക്കെ സാറ് വ്യക്തമാണ്. സാറിന്റെ കാഴ്ചപ്പാടുകളൊക്കെ അതിനനുസരിച്ച് തന്നെ സാറ് മുന്നോട്ട് പോവാ. നമുക്ക് അതിലൊന്നും പറയാനൊന്നുമില്ല. ഓക്കെ, പോരായ്മകളുണ്ട് എന്നുള്ളത് ഇവിടെ വന്നിട്ട് പറഞ്ഞിട്ടുള്ള എല്ലാ ആളുകളും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ പല കാര്യങ്ങളും ആർക്കും കൊണ്ടുവരാൻ വേണ്ടി പറ്റാത്ത 100 കണക്കിന് വാർത്തകൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതും പല ആളുകളും സമ്മതിക്കുന്നതാണ്. സാർക്ക് ഒരു ചോദ്യം കൂടി കേൾക്കാനുള്ളതുണ്ടോ? ചോദിച്ചു ഉണ്ടെങ്കിൽ ചോദിച്ചു. സുഹിത്താട്ടെ ചോദിച്ചോളൂ. ഉണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഇറക്കരുത്, ചോദിക്കണം. അല്ല സാർ, ഞാൻ സാറിന്റെ അതേ പോയിന്റ് തന്നെ യൂസഫ് അലിയുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിക്കുമ്പോ സാറിന്റെ എപ്പിസോഡ് വായിച്ചപ്പോ സാർ ആ മാരേജ് രജിസ്ട്രേഷനെ പറ്റിയേ പറഞ്ഞിട്ടോ, അല്ലാണ്ട് സെക്കൻഡ് മാരേജ് ആയിട്ട് പറഞ്ഞിട്ടില്ല. കറക്റ്റ് അല്ല സാർ? അതെ അതെ, മാരേജ് രജിസ്റ്റേർഡ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അത്രേ ഉള്ളൂ, അത്രേ അല്ലാണ്ട് ഉള്ളൂ. സെക്കൻഡ് മാരേജിനെ പറ്റി പറഞ്ഞിട്ടില്ലല്ലോ. കറക്റ്റ് അല്ലേ? ഇല്ല ഇല്ല, ഒരിക്കലും അപ്പൊ പറഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ അതെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ സാർ ഇന്ത്യൻ നിയമത്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാണ്ട് വേറെ ഒരു പോയിന്റും പേഴ്സണൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇല്ല, അങ്ങനെയാണെങ്കിൽ സാറിനെ ഡിഫെയിം ചെയ്ത് മൂപ്പരല്ലേ, സാറല്ലേ കൗണ്ടർ കേസ് കൊടുക്കേണ്ടത്? കറക്റ്റ് അല്ല. ഇതിന്റെ പ്രോബ്ലം എന്നാ വെച്ചാൽ, സത്യമാണ്, കറക്റ്റാണ്, ഞാനാണ് ഈ വ്യാജ വാർത്തക്കാർക്ക്. പക്ഷെ എന്റെ ഒരു പോളിസി എന്നാ വെച്ചാൽ, ഞാൻ ഭയങ്കര ജനാധിപത്യവാദിയാണ്, ഫ്രീ സ്പീച്ചിന്റെ ആളാണ്. അപ്പൊ ആർക്കും എന്തും പറയാന്നുള്ള അഭിപ്രായം, എന്തെങ്കിലും പറഞ്ഞോട്ടെന്നുള്ള. എനിക്ക് എന്റെ പണിയുണ്ട്, എന്നെ പറയാൻ വൈകി എന്റെ പണി നടക്കത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല, 4 മണി തുടങ്ങുന്നത്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയട്ടെ. ഞാൻ പറയുന്നത് എന്താണെന്ന് എന്നെ ഫോളോ ചെയ്യുന്നവർക്കറിയാം, സത്യത്തിൽ വിശ്വാസമുള്ളവർക്കറിയാം. അത് കൂടി വരുവാണ്. ഓരോ ദിവസവും എന്റെ ഫോളോവേഴ്സും എന്നെ വിശ്വസിക്കുന്നവരുടെ എണ്ണം കൂടി വരുവാണ്. പിന്നെ ഞാൻ എന്തിനാന്ന് ഈ പറയുന്ന അലവലാദികളൊക്കെ പറയാൻ നടക്കുന്നത്? അവന്മാരെല്ലാം പറഞ്ഞ ആനന്ദം കാണട്ടെ, ഞാൻ എന്റെ പണി ചെയ്താൽ പോലെ. അതെ 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 അതെ. വാലേട്ടാ നീ പറയണ്ടോ? വാലേട്ടനാ നീ പറയണ്ടേ പറഞ്ഞോളൂ വാലേട്ടാ. ഇല്ല, ഞാൻ സത്യത്തിൽ പറഞ്ഞാലേ ഈ ഒരു സമയത്ത് പെട്ടെന്ന് അദ്ദേഹത്തിന് സമയമുണ്ടോന്ന് അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. തിരക്കിലാണെന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് വന്നിട്ട് പോകാമെന്ന് കരുതിയതാണ് അദ്ദേഹം. അതെ അതെ, പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. മറ്റേ ഇപ്പം ആദ്യം പറഞ്ഞ ആ ക്വസ്റ്റ്യൻ ഇല്ലായിരുന്നു, അദ്ദേഹത്തിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അന്ന് ഏതോ ഒരു ട്രോൾ റൂമിനകത്ത് വന്ന സംഭവത്തെ കുറിച്ച് അന്ന് വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നതാണ്, ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ എനിക്ക് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. അദ്ദേഹം എന്നെ കോൺടാക്ട് ചെയ്തിട്ടില്ല. ഇപ്പം സായൻ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഞാൻ തന്നെ ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഒരു 50 പ്രാവശ്യം ഞാൻ റിമൈൻഡ് ചെയ്തല്ലാണ് തിരിച്ചൊരു മറുപടി തരാറുള്ളത്. അത്രയ്ക്ക് നമുക്കറിയാം. അപ്പൊ ആ സമയത്ത് ഇദ്ദേഹത്തിനൊരു ഉപരിപ്ലവമായിട്ട് പറഞ്ഞു പോകാൻ വേണ്ടി സാജൻ സക്കറിയ ഒരിക്കലും നീതി പുലർത്തുന്നില്ല, മനുഷ്യരോടെല്ലാവരോടും ഇത് ചെയ്യണം, പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരായിട്ട് അല്ലെങ്കിൽ എല്ലാ ചാനലുകളിലും പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് അദ്ദേഹം നുണ മാത്രം പറയുന്നതൊക്കെ പറഞ്ഞൊരു വളരെ ശക്തമായ രീതിയിലൊരു പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനൊരു പ്രശ്നമുള്ള എല്ലാ രാഷ്ട്രീയക്കാരും അദ്ദേഹത്തെ എതിർക്കുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ ഒരു പ്രശ്നത്തിൽ ഞങ്ങൾ തമ്മിൽ പലപ്പോഴും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിന്റെ അവസാനം എൻഡ് ഓഫ് ദ ഡേ അതിനകത്ത് സത്യം കാണുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിൽ പിന്മാറാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു കട്ട ഫാനാണെന്നാണ് ഞാൻ ഇപ്പം എപ്പോഴും ഞാൻ പറയാറുണ്ടെങ്കിൽ ഇപ്പം ഒന്നുകൂടി പറയുകയാണ്, എവിടെയെങ്കിലും ആർക്കെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേരിട്ട് ചോദിക്കാവുന്നതാണ്. അദ്ദേഹത്തിന് അതിന് കൃത്യമായ മറുപടി പറയുന്നതുമാണ്. തന്റെ അടുത്തോടുകൂടി തന്നെ അന്നൊരു ദിവസം 2 ഇവിടെ മണിക്കൂർ വന്നിട്ട് വന്നിട്ടുള്ള ബഹുഭൂരിപക്ഷം ആളുകളും അദ്ദേഹത്തിന് നല്ല പിന്തുണ കൊടുക്കുന്ന ആളുകളാണ്. അതിൽ ചെറിയ ചെറിയ ഫാൾട്ടുകൾ ഉണ്ട്, അത് സ്വാഭാവികമാണ്. മനുഷ്യന്മാരല്ലേ, ദേവന്മാരൊന്നുമല്ലല്ലോ. അതുകൊണ്ട് ചെറിയ ഫാൾട്ട് അതൊക്കെ തിരുത്തി വരുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും കേരളത്തിലെ മാധ്യമപ്രവർത്തകരിൽ നട്ടലുള്ള മാധ്യമപ്രവർത്തകർ ആരാണെന്ന് ചോദിച്ചിട്ടാണെങ്കിലും മുന്നിൽ നിൽക്കുന്ന ഒരാൾ സാജൻ സക്കറിയ ആവും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. പക്ഷെ ചെറിയ ഇതുണ്ട്. ഇപ്പൊ സുരേന്ദ്രനെ കുറ്റം പറഞ്ഞത് കൊണ്ട് BJP-ക്കാർക്ക് ദേഷ്യം ഉണ്ടായിരിക്കും. അതുപോലെ മറ്റുള്ള കോൺഗ്രസ്സുകാരെ കുറ്റം പറഞ്ഞുകൊണ്ട് അവർക്ക് ദേഷ്യം ഉണ്ടായിരിക്കും. എല്ലാ ആളുകൾക്കും ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ എന്നാലും രാജ്യസ്നേഹിയാണ് എന്നുള്ള കാര്യത്തിൽ പരക്കെ വ്യത്യാസമില്ല. അതിൽ 100%. സാറ് എന്തായാലും ഇതിനു വേണ്ടി നിലനിൽക്കുക. BJP-ക്കോ കോൺഗ്രസിനോ മാർക്സിസ്റ്റ് പാർട്ടിക്കോ വേണ്ടിയിട്ടല്ല, രാജ്യത്തിന്റെ കൂടെ നിൽക്കുക എന്നുള്ളത് മാത്രമാണ്. അതിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് സാർക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതും ഫോളോവേഴ്സ് കൂടുന്നതും സാറുടെ വാർത്തകളുടെ റീച്ച് കൂടുന്നതും. ആണല്ലോ, അത് തന്നെ. എനിക്ക് എന്റെ രാജ്യമാണ് ഏറ്റവും വലുത്. ഏറ്റവും വലുത് എന്റെ രാജ്യമാണ്. രാജ്യത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത്. ഞാൻ ഒരു ചെറിയ ഒരു വാക്കുകൂടുതൽ എന്റെ രാജ്യത്തിന് ഞാൻ ബുദ്ധിമുട്ടുണ്ടാക്കി വേദനിപ്പിക്കുകയത്തില്ല. ബാക്കിയൊന്നും എനിക്ക് വിഷയമേ അല്ല.
അത്രേ ഉള്ളൂ. താങ്ക് യു. എല്ലാവർക്കും ഒരു സന്തോഷം. മിനിറ്റ്. നന്ദി. ഞാനൊരു കാര്യം ഷാജിനോട് പറഞ്ഞോട്ടെ, ഒറ്റ ഒരു ശരി, കാര്യം. പറ. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഷാജിനെ കാണുന്നത് സ്ത്രീകളാണെന്നാണ് എനിക്ക് തോന്നുന്നത്, കേൾക്കുന്നത്. എൻ്റെ ഒരു അനുമാനമാണ്. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ലിങ്കുകൾ അയച്ചു തരുന്നത് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ. ആദ്യമൊക്കെ ഞാൻ അവരോട് ഷാജിനെ കേൾക്കണ്ടെന്നൊക്കെ പറഞ്ഞു നോക്കിയെങ്കിലും അത് പിന്നെ വർക്കൗട്ട് ആയില്ല. എല്ലാവരുടെയും വിശ്വാസം നേടിക്കൊണ്ട് സ്ത്രീകളുടെ പ്രത്യേകിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് എനിക്കറിയാം. അപ്പോൾ കേരളത്തിലെ സ്ത്രീകളുടെ രാഷ്ട്രീയം തീരുമാനിക്കുന്നതിൽ ഷാജിന് ഒരു വലിയൊരു ഉത്തരവാദിത്വമുണ്ട് എന്ന് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് സാധാരണക്കാരന്റെ രാഷ്ട്രീയം രൂപപ്പെടുത്തുന്നതിലും സാധാരണക്കാരന്റെ രാഷ്ട്രീയം എത്തിക്കുന്നതിലും ഉള്ള പങ്ക് കൂടുതൽ ക്രെഡിബിലിറ്റിയോടെ ചെയ്യുമെന്നും അതിന് വലിയൊരു സ്വാധീനമുണ്ട് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു. ഇല്ല, അതിന്റെ ഒരു കാരണം കൂടി ഞാൻ പറയാം. അത് ഈ സ്ത്രീകൾ കൂടുതലായതുകൊണ്ടല്ല, സ്ത്രീകൾ പൊതുവെ വാർത്തയുടെ ലോകത്തുനിന്ന് വിട്ടു നിൽക്കുന്നവരാണ്. അവർക്ക് എന്റെ വാർത്താവതാരണം കൗതുകമായത് കാരണം അവരാ കുറച്ച് വാർത്ത കാണുന്നവർക്ക് അവർ സ്ത്രീകൾ പ്രിഫർ ചെയ്യുന്നത് എന്റേതാണ്. ആ ഒരു വ്യത്യാസം. അതായത് എല്ലാവരും ഉണ്ട്, പക്ഷെ സ്ത്രീകൾ പൊതുവെ വാർത്തയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഈ എന്റെ വാർത്തയോടൊരു താല്പര്യം സ്ത്രീകൾ കൂടുതലുണ്ട്. സ്ത്രീകൾ നന്നായിട്ട് തന്നെ കാണുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി സ്ത്രീകൾ കൂടുതൽ കാണുന്നത് തന്നെയാണ്. അതിനകത്ത് പുരുഷന്മാർ കാണുന്നില്ലെന്നല്ല. താഴത്തെ തട്ടിലുള്ള ഓട്ടോറിക്ഷക്കാർ മുതൽ സെക്യൂരിറ്റിക്കാർ മുതൽ മന്ത്രിമാർ മുതൽ സിനിമാക്കാർ വരെ, അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാർ മുതൽ പ്രൊഫഷണൽ അങ്ങനെയുള്ള വരെ ആൾക്കാർ വരെ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ വഴിയാണെന്ന് പറയാമല്ലോ. അതാണല്ലോ എന്റെ വിശ്വാസം. എന്റെ വാർത്തയുടെ വിശ്വാസ്യത എന്ന് പറയുന്നത് ജനത്തിന് എന്നെ വിശ്വാസമാണ് എന്നുള്ളതാണ്. ഞാൻ സത്യം പറയുന്നത് ബോധ്യമുള്ളതുകൊണ്ട്. പിന്നെ ഇടയ്ക്ക് മിസ്റ്റേക്ക് പറ്റുമല്ലോ. ചില ഫാക്ച്വലർ ബോധപൂർവ്വം ഞാൻ മിസ്റ്റേക്ക് ഉണ്ടാക്കാറില്ല. ഫാക്ച്വലറൊക്കെ പറ്റും. ഇപ്പൊ മുമ്പ് പറഞ്ഞ മാതിരി അത് ട്രോളാന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഞാനത് കണ്ടപ്പം വളരെ വികാരഭരിതനായി ഇതെന്തൊരു വൃത്തികേടാന്ന് പറഞ്ഞ് നമ്മൾ അതിനെക്കുറിച്ച് പ്രതികരിച്ചതാണ്. ട്രോളാണ് എന്നൊക്കെ അന്വേഷിക്കാൻ അതൊക്കെ തുടക്കത്തിലാണ്, വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ ഈ സംഭവം. ഇപ്പോഴൊക്കെ നമ്മൾ എന്ത് കിട്ടിയാലും വൈകിയാലും നമ്മളത് ഒരിക്കൽ കൂടി വെരിഫൈ ചെയ്ത് അതുമായി ബന്ധപ്പെട്ടവരെ കണ്ടിട്ട് മാത്രമേ കൊടുക്കത്തുള്ളൂ. ആ തുടക്കകാലത്ത് പെട്ടെന്ന് ഞാൻ പലപ്പോഴും സോഷ്യൽ മീഡിയ വരുന്ന പലരും ചാടിക്കൊടുക്കും. ഞങ്ങൾ അങ്ങനെ കൊടുക്കാറില്ല, വല്ലപ്പോഴും സംഭവിക്കാറുണ്ട്. അത്രമാത്രം സത്യമാണെന്ന് തോന്നുന്ന സാധനം വേണ്ട പോലെ അന്വേഷിക്കാത്തതുകൊണ്ട് പറ്റുന്നതാണ്. ഓക്കെ, താങ്ക് യു. തീർച്ചയായിട്ടും നന്ദി പറയാം. എന്തോ മ്യൂട്ട്. അതായത് സാറ് സമയം ഉണ്ടെങ്കിൽ മാത്രം ചോദ്യം. സാറിന് സമയമുണ്ടോ? ഒരെണ്ണം കൂടെ പറയാം. ഞാൻ സത്യം ഒരെണ്ണം കൂടെ. താങ്ക് യു ഞാൻ സാർ. ഞാൻ സാഞ്ചേട്ടനെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സാഞ്ചേട്ടൻ രണ്ട് കാര്യങ്ങളിൽ എനിക്ക് എതിർപ്പുള്ളൊരു രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാല് സാഞ്ചേട്ടന്റെ അഭിപ്രായം അറിയാൻ വേണ്ടി മാത്രമേ. ഞാൻ വിശ്വസിക്കുന്നില്ലാത്ത രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മലയാളി പ്രബുദ്ധനാണെന്നും രണ്ടാമത് ഈ മതേതര മലയാളി എന്ന് പറയുന്ന വാക്കുകൾ. എനിക്കതിൽ വിശ്വാസമില്ല. കാരണം ഈ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയുന്നതുകൊണ്ടായിരിക്കും. സാഞ്ചേട്ടന്റെ അഭിപ്രായം എനിക്കൊന്ന് ആ കാര്യത്തിൽ അറിയാൻ താല്പര്യമുണ്ട്. ഇല്ല, ഇതിന്റെ അകത്ത് എനിക്ക് ഇത്തരം ഒരു വിശ്വാസവും ഇല്ലാത്ത ആളാണ്. അത് പ്രബുദ്ധരാണെങ്കിൽ അല്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ ഇൻഡിവിജ്വൽ കാര്യമല്ലേ. നമ്മളിപ്പോ ചിലർ പ്രബുദ്ധരാണെന്ന് കരുതും, ചിലർ പ്രബുദ്ധരല്ലെന്ന് കരുതും. പക്ഷെ നമ്മുടെ അനുഭവത്തിൽ അങ്ങനെയൊന്നും അല്ല. നമ്മുടെ അനുഭവത്തിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിമകളും ഏറ്റവും ബുദ്ധിയില്ലാത്തവരെ മലയാളികൾ മാറിക്കൊണ്ടിരിക്കുന്നു. പണ്ടങ്ങാണ്ട് നമുക്ക് എന്നാ പറ്റി, അടിസ്ഥാന വിദ്യാഭ്യാസത്തിലും അടിസ്ഥാന ആരോഗ്യത്തിലും നമ്മൾ മുമ്പിൽ വന്നു പല കാരണങ്ങളാൽ. അതിപ്പം ശ്രീനാരായണ ഗുരു മുതലുണ്ട്, മിഷണറിമാർ മുതൽ ശ്രീനാരായണ ഗുരു മുതലുള്ള, പിന്നെ കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. അതായത് ശ്രീനാരായണ ഗുരു ഉഴുതിട്ട മണ്ണ്, ആ മണ്ണിലാണ് മിഷണറിമാരുടെ പ്രവർത്തനം ഉണ്ടായിരുന്നു. അതിന് തുടർച്ചയായിട്ട് 57 കമ്മ്യൂണിസ്റ്റുകാർ ഭരണത്തിൽ വന്നു. അങ്ങനെ കേരളം ഈ അടിസ്ഥാന മേഖലയിൽ മുൻപിൽ വന്നിരുന്നു. പക്ഷെ കാലം ഒരുപാട് മാറി, പ്രത്യയശാസ്ത്രങ്ങളൊക്കെ മാറി, വികസനം എന്നൊരു ഡെവലപ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ലോകം ഡെവലപ്പ് ചെയ്തപ്പോൾ നമ്മൾ പിന്നിലായിപ്പോയി. നമ്മുടെ തൊഴിൽ സംസ്കാരവും എല്ലാ സംസ്കാരവും നമ്മൾ പിന്നിൽ. പക്ഷെ നമ്മളിപ്പോഴും ഈ പണ്ടങ്ങാണ്ട് പഠിച്ച ചില പൊട്ടത്തരങ്ങളൊക്കെ തലേ കയറ്റി നമ്മൾ പ്രബുദ്ധരാമരം നടക്കും. നമ്മൾ ഒരു പ്രബുദ്ധരല്ല, ലോകത്താർക്കും നമ്മളെ പറ്റിക്കാൻ പറ്റും. അതുകൊണ്ടാണല്ലോ മീഡിയ വണിനൊക്കെ ഞാൻ മാപ്പ് പറഞ്ഞു എന്നുള്ള വ്യാജ വാർത്ത ചർച്ച ചെയ്യാൻ പറ്റുന്നത്. കാരണം അവരുടെ പ്രേക്ഷകർക്ക് അത്രയും പ്രബുദ്ധതയുള്ളൂ. ആ പൊട്ടന്മാർ കരുതുന്നത് നേരാന്ന് കരുതുന്നു, അവർക്ക് അത് സത്യം തിരിച്ചറിയാൻ ബുദ്ധിയില്ല. അപ്പൊ പിണറായി വിജയൻ അതുകൊണ്ടാണല്ലോ ഈ വൃത്തികേടെല്ലാം കാട്ടിയിട്ട് കിറ്റ് വാങ്ങി കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഈ നുണ പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് പെൻഷൻ തന്നിട്ട് വോട്ട് മേടിക്കുന്നത്. വീണ്ടും അധികാരത്തിൽ എത്തിച്ചില്ല. അതുകൊണ്ട് പ്രബുദ്ധതയൊക്കെ വെറും പൊട്ടത്തരമാണ്. നമ്മളാണ് വിഡ്ഢികൾ, നമ്മളാണ് അടിമകൾ, നമ്മളാണ് ഏറ്റവും ഈ നാട്ടിൽ. ഇത് പണ്ടും അങ്ങനെ കേട്ടോ, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വീണ്ടും കോൺഗ്രസിന് അധികാരത്തിൽ എത്തിച്ച് നമ്മൾ മാത്രമല്ല. അതുകൊണ്ട് നമ്മൾ എക്കാലത്തും പ്രബുദ്ധരല്ല, പക്ഷെ പ്രബുദ്ധരെന്ന് അവകാശപ്പെടുന്നു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. വളരെ കറക്റ്റാണ് സാറ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇവിടെ വന്നു കയറിയതിൽ സാർക്ക് നന്ദി പറയാണ്. വീണ്ടും ഒരു ദിവസം ഗസ്റ്റ് ആയിട്ട് വരണമെന്നുള്ളത് അഭ്യർത്ഥിക്കാം. ഓക്കെ, താങ്ക് യു. തീർച്ചയായിട്ടും വളരെ